മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 37 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പലരുടെയും ഡൗട്ട് ഇതാണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഒന്നാമതായിട്ട് ഏറ്റവും അധികം വേക്കൻസിയിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ആണ്. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവിടെ ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്താ ക്വാളിഫിക്കേഷൻ വന്നേക്കുന്നത്? ഇവിടെ ക്വാളിഫിക്കേഷൻ വന്നേക്കുന്നത് ഒന്ന് +2 ആണ്, രണ്ടാമത്തേത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ്. ഇതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ പലരുടെ കയ്യിലും ഈ സാധനമില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാതിരിക്കുകയാണ്. ഓക്കെ മക്കളെ, ഒറ്റ കാര്യം പറയാം, ഇതിന് ഇക്വാലൻസി ഏതൊക്കെയാണ് നോക്കാം. വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഇക്വാലൻസി ഏതൊക്കെയാണ്? ഒന്ന് NDC, ഡേറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, DPCS, DCA, ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം. എടാ, ഇത് മാത്രമല്ല, ഒരുപാട് ഇക്വാലൻസി ഉണ്ട്. നോക്കാം, ഇവിടെ DCA പറയുന്നുണ്ട്. സോ DCAക്ക് ഇക്വാലൻസി ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. DCAക്ക് ഇക്വാലൻസി എന്ന് പറഞ്ഞാൽ ഒന്ന് കോപ്പ ഇക്വാലൻസി വെക്കാം, അതേപോലെ തന്നെ PGDCA ഇക്വാലൻസി വെക്കാം, ദെൻ പോസ്റ്റ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. മക്കളെ, ബിടെക് CS ആണെങ്കിലും ബിടെക് IT ആണെങ്കിലും നിങ്ങൾക്ക് ഇക്വാലൻസി വെക്കാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ CA/BM. ദെൻ അതേപോലെ തന്നെ നോക്കുക, MCA. ഒരുപാട് ആൾക്കാർക്ക് MCA ഉണ്ട്, അതൊക്കെ ഇക്വാലൻസി വെക്കാം. MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCom വിത്ത് കമ്പ്യൂട്ടർ. ദെൻ അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, VHSC വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, VHSC വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ദെൻ DOE ACC. ഓക്കെ മക്കളെ, സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. +2 കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസി വെക്കാൻ പറ്റും. അതേപോലെ MCA ആണെങ്കിൽ ഇക്വലൻസി വെക്കാൻ പറ്റും. BTech IT ആണെങ്കിലോ CS ആണെങ്കിലോ ഇക്വലൻസി വെക്കാൻ പറ്റും. മാത്രമല്ല, ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് KDRP പുറത്തുവിട്ട ഈ നോട്ടീസ് പ്രകാരം നിങ്ങൾ പഠിച്ച നോക്കെ, കൂടാതെ വേർഡ് പ്രോസസ്സിംഗ് എന്ന വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെട്ട യോഗ്യതകളും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പേപ്പറിൽ, ഡിഗ്രി ആയിക്കോട്ടെ, ബാക്കി ഒരു കോഴ്സ് ആയിക്കോട്ടെ, അതിനകത്ത് ഏതെങ്കിലും വേർഡ് പ്രോസസ്സിംഗ് ഒരു പേപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ, MS ഓഫീസ് ഒരു പേപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇക്വലൻസി വെക്കാൻ പറ്റും. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അത് ഒരു 115 ലിസ്റ്റ് വെച്ച് മറ്റൊരു ഇക്വലൻസി വന്നിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇതിനകത്ത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ ഏത് അപ്ലൈ ചെയ്യാൻ പറ്റും? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇക്വലൻസ് വെച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ. ഇനി വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്? അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഇവിടെ രണ്ടാമതായിട്ട് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് LDC ആണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് LDC ഒരു വേക്കൻസിയാണ് വരുന്നത്. സാലറി സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. ഇവിടെ കാറ്റഗറി നമ്പർ 66/2025 ആണ് കാറ്റഗറി നമ്പർ. നോക്കുക, 66/2025. എത്ര വേക്കൻസി ഉണ്ട്? ഒരു വേക്കൻസി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു വേക്കൻസി ആണെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മാത്രം മതി. ഇപ്പൊ എനിക്കറിയാം, ഓരോ പോസ്റ്റിനും 500 രൂപ വെച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു ജോലിയാണ് എല്ലാവർക്കും വലുത്. ഞാൻ ഈ പറയുമ്പോൾ ഒരുപാട് പേർക്ക് തർക്കങ്ങൾ ഉണ്ടാവാം, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. മീൻസ് കഷ്ടകാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ഒരാൾ നമ്മളാണെങ്കിൽ പിന്നെ നമുക്ക് അപ്ലൈ ആയിരുന്നിട്ട് 500 രൂപ ആലോചിച്ചിട്ട് നമ്മൾ ഇരിക്കും? അല്ല. ഓക്കെ, അവസരങ്ങൾ നമുക്ക് ഒരിക്കൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ, ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ്? കൊച്ചിൻ ദേവസ്വം ബോർഡ് LDCയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിഗ്രി ഉള്ളവർക്കായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കുക, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ LD ക്ലർക്ക് തന്നെയാണ്. കാറ്റഗറി നമ്പർ 74/2025. ഇത് കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെ LD ക്ലർക്കാണ്. സോ കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് ക്വാളിഫിക്കേഷൻ എന്താണ്? SSLC പ്ലസ് കമ്പ്യൂട്ടർ വിജ്ഞാനം. ഇവിടെ നോക്കുക, എക്സ്ട്രാ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, അല്ലാതെ സർട്ടിഫിക്കറ്റിന്റെ കേസ് ഒന്നും പറയുന്നില്ല. സോ 10ാം ക്ലാസ് പാസ്സാണോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പോസ്റ്റുകളാണ്, ഒന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് LDC, അതേപോലെ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LDC. നെക്സ്റ്റ് നോക്കുക, അടുത്ത നോട്ടിഫിക്കേഷൻ. ഇത് എല്ലാവരും മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പിയൂൺ നോട്ടിഫിക്കേഷൻ. മക്കളെ, വേക്കൻസി ഉണ്ട്. എത്ര വേക്കൻസി ഉണ്ട്? നിലവിൽ തന്നെ വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 14 വേക്കൻസിയാണ് നിലവിലുള്ളത്. അപ്പൊ അപ്ലൈ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്തോടെ. 14 വേക്കൻസി നിലവിലുള്ള വേക്കൻസിയാണ്.
അപ്പോൾ ഇത് ഉറപ്പായിട്ടും 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്, വേക്കൻസിക്ക് നന്നായിട്ട് കൂടാം. ഇതിനു മുമ്പുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫുൾ നോട്ടിഫിക്കേഷൻസിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ എത്ര വേക്കൻസി വന്നിട്ടുണ്ടോ അതിന്റെ 3 മടങ്ങൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പിയൂണാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്ലൈ ചെയ്യാതിരിക്കരുത്. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ LGSന്റെ അതേ സാലറി സ്കെയിൽ ഉണ്ട്. 23,000 മുതൽ 50,200 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് ഈ ഒഴിവ് വരുന്നത്. കാറ്റഗറി നമ്പർ എത്രയാണ്? 40/2025. മക്കളെ ക്വാളിഫിക്കേഷൻ നോക്കിയിടാം. ക്വാളിഫിക്കേഷൻ SSLC ആണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ആരും സൈക്കിളിലൊന്നും പോകാറൊന്നുമില്ല. ഇത് പണ്ടത്തെ ജാംബോന്റെ ക്വാളിഫിക്കേഷൻ വെച്ചാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. സോ 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വനിതകളാണെങ്കിൽ അവർക്ക് സൈക്ലിംഗോ അതിന്റെ ആവശ്യം വരുന്നില്ല. സോ ഇത് മസ്റ്റ് ആയിട്ടും എല്ലാവരും അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ സ്ട്രോങ് റൂം ഗാർഡ് ആണ്. ഓക്കെ, സ്ട്രോങ് റൂം ഗാർഡ് അവിടെ 9 വേക്കൻസി ഉണ്ട്. 9 വേക്കൻസി, അതായത് വാച്ച്മാൻ പോസ്റ്റിൽ വരുന്ന ഒരു ജോലിയാണ് സ്ട്രോങ് റൂം ഗാർഡ്. വലിയ പണിയൊന്നും വരുന്നില്ല. അത് അപ്ലൈ ചെയ്തേക്കാം. 9 വേക്കൻസി നിലവിൽ തന്നെ ഉണ്ട്. കാറ്റഗറി നമ്പർ 41/2025 ആണ്. ഇവിടെ സാലറി സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെ എന്ന് വെച്ചാൽ ഒരു LDയുടെ അതേ സാലറി, ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ സാലറി സ്കെയിൽ എത്രയാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ സാലറി സ്കെയിൽ 26,500 മുതൽ 60,700 വരെയാണ്. സോ അതേ സാലറി സ്കെയിൽ തന്നെയാണ് എവിടെയും വരുന്നത്. സ്ട്രോങ് റൂം ഗാർഡും വരുന്നത് എത്രയാണ്? 26,500 മുതൽ 60,700 വരെ. എത്ര വേക്കൻസി ഉണ്ട്? 9 വേക്കൻസി ഉണ്ട്. സാലറി ഇവിടെയാണ് നടക്കുന്നത്. 26,500 മുതൽ അടപ്പുണ്ട്. 26,500 മുതൽ 60,700 വരെ. എത്ര വേക്കൻസി ഉണ്ട്? 9 വേക്കൻസി അടപ്പുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തേക്കാം. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് 2 പോസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പിയൂണാണ്, രണ്ടാമത്തേത് സ്ട്രോങ് റൂം ആണ്. ഒന്ന് 14 വേക്കൻസി ഉണ്ട്, രണ്ടാമത്തേത് 9 വേക്കൻസി ഉണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ്? +2 പാസ് ആണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ +2 പാസ് ആണോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അവിടെ ഹൈറ്റ് പറയുന്നുണ്ട്. ഉയരം 165 സെന്റിമീറ്റർ വേണം. ഭാരമാണെങ്കിൽ കുറഞ്ഞത് 50 കിലോഗ്രാം വേണം. ദെൻ വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ പുരുഷന്മാരാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈറ്റും ബാക്കിയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വീണ്ടും എന്ത് ചെയ്യും? കുറയും. പിന്നെ ബാക്കിയുള്ള ഫിസിക്കൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് പിന്നീട് KDRB എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ ബാക്കിയുള്ള ഫിസിക്കൽ ഉണ്ടോ, ഓട്ടോ ഉണ്ടോ, അങ്ങനെയൊന്നും പറയുന്നില്ല. ഹൈറ്റ് ഇത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ +2 ആണ്. കാറ്റഗറി നമ്പർ 41/2025. അടുത്ത് നോക്കുക, കാറ്റഗറി നമ്പർ 49/2025. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസ്സിലെ ഹെൽപ്പർ പോസ്റ്റ് ആണ്. 1 വേക്കൻസി ഉണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എത്രയാണ്? 8ാം ക്ലാസ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 8ാം ക്ലാസ് പാസും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നോക്കി, അടുത്തൊരു അടിപൊളി പോസ്റ്റ്, അതായത് വേക്കൻസി ഉള്ള മറ്റൊരു പോസ്റ്റ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വാച്ച്മാൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വാച്ച്മാൻ എത്ര വേക്കൻസി ഉണ്ട്? 38 വേക്കൻസി ഉണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച്മാനിലെ 38 വേക്കൻസി. അപ്പൊ അവിടെ സാലറി LGSന്റെ അതേ സാലറിയാണ്. 23,000 മുതൽ 50,200 വരെയാണ് സാലറി വരുന്നത്. ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ. പക്ഷെ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പുരുഷന്മാർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നിലവിൽ നോക്കിയാൽ 38 ഒഴിവ് അവിടെ കിടപ്പുണ്ട്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അടിപൊളി പോസ്റ്റ് ആണ്. സോ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കഴകം പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കഴകം 15 വേക്കൻസിയാണുള്ളത്. 15 വേക്കൻസി. പക്ഷേ മക്കളെ, നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പണ്ട് പൂവൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചാലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കി, ക്വാളിഫിക്കേഷൻ വന്നിട്ട് കാറ്റഗറി നമ്പർ 71/2025. നിലവിൽ 15 വേക്കൻസി ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സാണ്. കഴകം എന്ന് പറഞ്ഞാലും ഭഗവാന് മാലയൊക്കെ കിട്ടുന്നില്ലേ, ആ ജോലിയാണ് കഴകം. ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ. മാത്രമല്ല കഴകം പ്രവൃത്തിയിലുള്ള പരിചയം സംബന്ധിച്ച് ക്ഷേത്ര അധികാരികളിൽ നിന്നുള്ള ഒരു സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. അടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു തരുമെങ്കിൽ, നിങ്ങൾ പണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രം എഴുതി മേടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. എല്ലാവരും അത് മേടിക്കണമെന്നില്ല. സോ കിട്ടുന്നവരൊക്കെ എന്ത് ചെയ്യുക? അത് വെച്ച് അങ്ങ് അപ്ലൈ ചെയ്തേക്കാം. നിലവിൽ തന്നെ എത്ര വേക്കൻസി കിടപ്പുണ്ട്? 15 വേക്കൻസി കിടപ്പുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിലാണ് വരുന്നത്. പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ ഇത്രയും നോട്ടിഫിക്കേഷൻസിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ 37 നോട്ടിഫിക്കേഷൻസ് വന്നു. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും സാധനത്തിൽ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒരുപാട് പേര് ചിന്തിക്കും, ഓക്കെ വേക്കൻസി ഒക്കെ കുറവല്ലേ, അപ്ലൈ ചെയ്യണം, എൻ്റെ കാശ് പോകത്തില്ലേ. മക്കളെ, ഒരു ജോലി അല്ലടാ എല്ലാവർക്കും വരും. ഇപ്പൊ എൻ്റെ ലക്ഷ്യം KDRB പണക്കാരാക്കുക, അങ്ങനെയൊന്നും അല്ല. ജോലി എല്ലാവർക്കും അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഒന്നും കളയാതെ എല്ലാവരും
യൂസ് ചെയ്യുക, അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കുക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇത് കോമൺ ആയിട്ട് വരുന്ന ഈ എല്ലാ നോട്ടിഫിക്കേഷൻസിനും വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നാളെ രാവിലെ അത് സ്റ്റോറിൽ വരും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ വെറും 250 പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തോ. നമുക്കപ്പോൾ ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.